ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് നടന്ന വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിലവിൽ സംഭവിച്ച കേസ് എന്ന് വെച്ചാൽ കാർബറേറ്റർ ഫുള്ള് ബ്ലോക്ക് ആറും. കാർബറേറ്റർ ബ്ലോക്ക് ആവാൻ കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്ററിനകത്ത അവസ്ഥയാണത്. എയർ ഫിൽറ്റർ ഫുള്ള് പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കാർബറേറ്ററിൻ്റെ സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആറും. ഞാൻ കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. അതിനുശേഷം എയർ ഫിൽറ്റർ മാറ്റി പുതിയ ഫിൽറ്റർ ഇട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടോ. പിന്നെ കാർബറേറ്ററിൻ്റെ ഈ സ്ലൈഡർ ഈ ഇൻസുലേറ്ററൊക്കെ ഇതിൻ്റെ ഒന്നും അല്ല, വേറെ ഏതൊരു വണ്ടിയുടെ ഇൻസുലേറ്ററൊക്കെയാണ് ഇതിട്ട് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഇതൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സ്ലോ ജെറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ടൊരു സ്പ്രേ ഉണ്ട്, കാർബറേറ്റർ ക്ലീനർ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഐറ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് ക്ലീനിങ് ആക്കി എടുത്തതാണ് കേട്ടോ. വളരെ മോശം അവസ്ഥയിലായിരുന്നു കാർബറേറ്ററിൻ്റെ കണ്ടീഷൻ. പിന്നെ പ്ലഗ് മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ട്. അത് മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പ്ലഗ് പുതിയ പ്ലഗ്ഗാണ് ഇതുമ്പോൾ കിടക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ മോഡൽ പ്ലഷർ, അതേപോലെ തന്നെ സ്പ്ലെൻഡർ മോഡൽ, അതായത് പഴയ മോഡൽ 100cc വണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന പ്ലഗ്ഗാണ്. ഇത് കൈയോടെ മാറ്റിയതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത്ത് നീട്ടം കൂടുതലുള്ള പ്ലഗ്ഗാണ്. ആ ബാക്കിയുള്ള ഭാഗത്ത് കരി പിടിച്ച് ഹെഡ് നമ്മൾ പിന്നീട് പ്ലഗ് മാറ്റാൻ നോക്കിയാൽ നടക്കാത്തൊരു കണ്ടീഷനിലേക്ക് വരും. അത് കാരണമാണ് അത് മാറ്റിയിട്ടോ. ഇത് പുതിയ പ്ലഗ്ഗാണ്, പക്ഷേ പിന്നീട് നമുക്കൊരു പണി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് മാറ്റിയിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം റെഡിയാക്കി നമ്മൾ സെറ്റാക്കി ഇതായിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ടിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാറ്ററി വരുന്ന സമയത്ത് ബാറ്ററി ചാർജ് തീരെ ഉണ്ടായില്ല. ബാറ്ററി നോക്കിയപ്പോൾ പുതിയ ബാറ്ററി ഇരിക്കണേ 2025 ബാറ്ററിയാണ്, ആമറോട്ട ബാറ്ററിയാണ് വണ്ടി വരിക്കുന്നത്. ചാർജ് വളരെ കുറവായിരുന്നു. നമ്മൾ വീണ്ടും ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് വെച്ചേക്കണേ. പക്ഷേ എന്നിട്ടും ബാറ്ററിക്ക് ഡൗൺ ആയിട്ടാണ് ബാറ്ററി കാണിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് വളരെ കുറവാണ്. 13-13.5 വോൾട്ടാണ് കഷ്ടി വരുന്നുള്ളൂ. നമുക്കൊരു 14 വോൾട്ടിൻ്റെ മുകളിലുണ്ടെങ്കിലാണ് ത്രൂ ഔട്ട് നമുക്ക് ബാറ്ററി ചാർജ് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വണ്ടിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ, എഞ്ചിൻ്റെ ഭാഗം സൗണ്ടിൽ ചെറിയ വ്യത്യാസം കണ്ടാണ് ഞാൻ ഓയിലൊന്ന് അഴിച്ചു നോക്കിയതാണ്. ഇതിനകത്ത് ഓയിലിൻ്റെ ലെവലൊന്നും കാണിക്കുന്നില്ല. മിക്കവാറും ഇതിനകത്ത് ഓയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് അഴിച്ചു നോക്കി മാറ്റണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, നല്ലത്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഹെഡിൻ്റെ വാൽവ് ലൂസായിട്ട് അത് കിടന്ന് അടിക്കുന്നുണ്ട്, ചിലമ്പൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമായിരിക്കാൻ സാധ്യതയില്ല, അത് ഓയിലില്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കണത്. അപ്പോൾ അങ്ങനെ വന്നേക്കണ കേസാണ് മെയിനായിട്ട് സംഭവിച്ചാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കിക്കർ അടിക്കുമ്പോഴൊക്കെ കിക്കർ താഴേക്ക് പോകുമ്പോൾ പൊന്തി വരാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് കവർ അഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഈ സൈഡിലെ മിററിൻ്റെ ഈ ഭാഗമൊക്കെ ലൂസായി കിടക്കുന്നുണ്ട്. ബ്രേക്ക് പിടിച്ച ജാമാണ് കേട്ടോ, ടൈറ്റായ അവസ്ഥയിൽ നിൽക്കണേ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഫ്രണ്ടിലെ കമ്പൈൻഡ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കോമ്പി ബ്രേക്ക് ഇവിടെ പിടിച്ചിട്ടേക്കാം, അങ്ങനെ ഒരു സംഭവം ഇല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ക്ലിയർ ആവില്ല. ആ കേബിളൊക്കെ കംപ്ലൈൻ്റ് ആണ്. അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കേബിള് 3 ബ്രേക്ക് കേബിൾ മാറ്റി അത് ബാക്കി സെറ്റ് ചെയ്താലാണ് അത് കറക്റ്റ് ആവുള്ളൂ, ഈ ഭാഗം കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പം നിലവിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് പറഞ്ഞത്. ബാക്കിയത്തെ കംപ്ലയിൻസുകൾ കണ്ടത് ഞാൻ ശ്രദ്ധപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ അയച്ചു തരാം വാട്സാപ്പിനകത്തേക്ക്. ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം ബാക്കിയത്തെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നമുക്കൊരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഞാൻ പറയാം. അത് എഞ്ചിൻ ഓയിലൊക്കെ എന്തെങ്കിലും മാറ്റി വിടണമെന്ന് നല്ലത്, കാരണം ഓയിലില്ല വണ്ടിക്കകത്ത്. അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കണതിന് നല്ലത് ഫുള്ളായിട്ട് മാറ്റി പുതിയ ഓയിൽ ഒഴിക്കണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുക, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.